ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാനിപ്പോൾ ഇവിടെ ഭയങ്കര പാക്കിങ്ങിലാണ് കേട്ടോ. പാക്കിങ്ങൊക്കെ കണ്ടാൽ വിചാരിക്കും കുറേ ദിവസത്തേക്കുള്ളൊരു ട്രിപ്പാണിത്. ജസ്റ്റ് ഒരു 1 day സ്റ്റേ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ +2 പഠിച്ചിരുന്നത് അൻസാറിലായിരുന്നു, തൃശ്ശൂർ അൻസാറിൽ. അപ്പോൾ അവിടുത്തെ നമ്മൾ ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒരു 6 പേര് എല്ലാവരും കൂടിയിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ച്. ജസ്റ്റ് ഒന്ന് കൂടാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ പിന്നെ അത് ഒരു സ്റ്റേക്കേഷനായി മാറിയതാണ് കേട്ടോ. കുറേ കാലത്തെ ഒരു പ്ലാനിങ്ങിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് നടക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ടൈം ആവാറാകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, അതാണ്. ഇത് ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ വക കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതാണ് കേട്ടോ. നമ്മൾ 6 പേര് കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. പണ്ട് 12th പഠിക്കുന്ന ടൈമിലെടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഹൻസാറൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. ഇഷ്കാക്കാൻ്റെ സിസ്റ്റർ മോനാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കി തന്നത്. പിന്നെ അത് കഴിഞ്ഞൊന്ന് ഫ്രെയിം ചെയ്ത് ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. നിഷ്കാക്കയും കെൻസൊക്കെ കുറച്ച് ദിവസമായിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. കുറേ കാലം മുന്നത്തെ പ്ലാനിങ് അല്ലേ, എന്തായി, നടക്കുമോ, ക്യാൻസലാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഫുൾ ബിസി ആയിപ്പോയി, ഓരോരോ കാരണങ്ങളുണ്ട്. ഓരോരുത്തർക്ക് ജോലി, പിന്നെ ചെറിയ കുട്ടികൾ, പിന്നെ ഒരാൾ നാട്ടിലില്ല. ഒത്തുകൂടുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള ആൾ അതായത് കുറച്ച് ദിവസത്തെ ലീവിനൊക്കെ ആവും ചിലപ്പോൾ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് കൂടാനായിട്ട് പറ്റലില്ല. അങ്ങനെയൊക്കെ ആയിട്ട് സംഭവം കുറേ കാലം അങ്ങോട്ട് കഴിഞ്ഞു പോയതാണ്. ചെറിയ ട്രിപ്പാണെങ്കിലും ലഗേജിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അത് കുറക്കണം എന്ന് വിചാരിച്ചാലും അങ്ങോട്ട് കുറയൂല. പിന്നെ കിയാനും കൂടിയുള്ളതുകൊണ്ട് കിയാൻ്റെ ഡ്രസ്സും ഫുഡ് ഐറ്റംസും അതൊക്കെ വരുമ്പോൾ തന്നെ കുറച്ചധികം സാധനങ്ങളാവും. പിന്നെ ഞാനിതാ കോഴിയുടെ എടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് കോഴിയുടെ. അപ്പോൾ അതും കൂടി ഞാൻ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്. ഇതൊക്കെ കിയാൻ്റെ ഫുഡാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോരോ പാക്ക് എടുക്കുകയാണ്. പല ഫ്ലേവറുള്ള ബിസ്ക്കറ്റുകളാണ്, ബേബി ബിസ്ക്കറ്റാണ്. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പൗഡറാണ് കിയാൻക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. അപ്പോൾ ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെ സംഭവം റെഡിയാവും. ഇത് മമ്മാസ് ലവിൻ്റെ പ്രൊഡക്ട്സാണ് കേട്ടോ. ഞാൻ ഇവരുടെ പ്രൊഡക്റ്റ് മുമ്പും യൂസ് ചെയ്തതാണ്, നല്ലതാണ്. കിയാൻക്ക് കുറച്ചെങ്കിലും ഇത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയായിട്ട് അതും ആ ഒരു പാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസും സാധനങ്ങളും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ മമ്മാസ് ലവിൻ്റെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ കുറച്ച് സെർലാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ബൗളും സ്പൂണും ഒക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ബേബീസിനായിട്ടുള്ള ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നല്ല പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം. ഹോട്ടലിൽ പോയാൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകില്ലേ, ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ബാഗ് എടുത്തിട്ടാണ് ഇറങ്ങുക. എന്നിട്ട് അവർക്കുള്ള ആ ഒരു ഫുഡ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും ഇവരുടെ ഫുഡ് റെഡിയാക്കി അത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ ഇതാ ഹാൻഡ് ബാഗായിട്ട് ഞാനിതാ ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. ഇതിൽ കിയാൻ്റെ ഡ്രസ്സ്, ടവല്, വൈപ്സ്, പിന്നെ ചാർജർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള ഐറ്റംസ് അതെല്ലാതും ഈ ഒരു ബാഗിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ കിഡ്സ് ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട സംഭവമാണ് അവരുടെ ടോയ്സ്. നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ വെക്കാൻ പറ്റി ചെറിയ ടൈപ്പ് എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. കിയാൻക്ക് സ്ഥിരം യൂസ് ചെയ്യണതല്ലാത്ത വേറെ ഏതെങ്കിലും പുതിയതെടുക്കുക. കിയാൻക്ക് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ 2 കളറിലുള്ള ബോൾ ഇങ്ങനെ എടുത്തതാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കുടയും എന്തായാലും വേണം. അപ്പോൾ നമ്മളെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ കിയാനും കേശനെയൊക്കെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള പാക്കിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിതാ രാവിലെ കാണാം. അങ്ങനെ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നേരത്തെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര്, അതായത് 3 പേര് കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്. ഒരാൾ കൊല്ലം, എറണാകുളം, പിന്നെ കൊടുങ്ങല്ലൂർ, അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ ട്രെയിൻ നേരത്തെ എത്തുന്നതായിരുന്നു ആദ്യം പറയുന്നത്. പിന്നെ അവർ 12 മണിക്ക് എത്തുന്ന ട്രെയിനിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും കേശൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാനും കിയാനും കൂടിയിട്ടാണ് പോണത്. നമ്മളിപ്പോൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ട്രെയിൻ കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം ഒന്ന് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത്. ഒരു ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തരിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. അങ്ങനെ എല്ലാവരും കണ്ടുമുട്ടി. 17 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു ഒത്തുകൂടൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് സാഗറിൽ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല മഴ ദിവസമാണ് കേട്ടോ. രാവിലെ കുറച്ചൊരു തെളിച്ചുണ്ടായിരുന്നു, പിന്നെ ഫുൾ മഴയാണ്. അപ്പോൾ നമ്മളിനി നേരെ റിസോർട്ടിലേക്കാണ് പോണത്. വയലട വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കോഴിക്കോട് നിന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ യാത്ര. വയലടയിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കായിരുന്നു നമ്മളെ ചെക്ക് ഇൻ ടൈം. പക്ഷേ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വയലട വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് റൂം. നമ്മൾ ഒരു പൂൾ വില്ലയും പിന്നെ ഒരു സ്കൈ വ്യൂ വില്ലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പൂൾ വില്ലയാണ്. നമ്മൾ 6 പേരുടെയും ഗ്യാങ് നെയിമൊക്കെ വെച്ചിട്ട് ഇവരിതാ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ ഇവർ 2 പേരുമാണ് കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ. എൻ്റെ മോന്, ചെറിയ ആൾ കിയാനും പിന്നെ സെറീനൻ്റെ മോനുമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ പൂൾ ഏരിയ. അത്യാവശ്യം വലിയ പൂൾ തന്നെയാണ്. പിന്നെ ബെഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കേർട്ടൻ മാറ്റിയാൽ നമുക്ക് പൂള് കാണാം. പിന്നെ ഇവിടുത്തെ വ്യൂ ആണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. നമ്മളെ റൂമിൽ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരു ഡ്രസ് കോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഫ്ലോറൽ പ്രിൻ്റുള്ള സൽവാർ. അപ്പോൾ നമ്മളത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. കുറേ ദിവസം മുന്നേ പ്ലാനിങ് ഒക്കെ തുടങ്ങിയതല്ലേ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഷൂട്ടൊക്കെയാണ്. ഈ ഫ്ലോറൽ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴേക്കും കോഫിയും സ്നാക്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 5 മണി കഴിഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് സെറ്റായി കുറച്ച് ടൈമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒക്കെ സെറ്റായി വരുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ കോഫിയൊക്കെ കുടിക്കാനായിട്ട് പോണത്. നമുക്ക് സ്നാക്സായിട്ട് ചിക്കൻ നഗറ്റ്സ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഉള്ളിവട, അത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തിരുന്ന്
നല്ല ചെറിയൊരു തണുപ്പൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ തണുപ്പത്തിരുന്ന് കോഫി കുടിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതാ റൂമിലിരുന്ന് വർത്താനം പറയൽ തന്നെ കേട്ടോ. നമുക്ക് കഥ പറഞ്ഞ് കഴിയണുണ്ടായിരുന്നില്ല, അത്രയും ബഹളമായിരുന്നു. ഓരോരുത്തർ സ്നാക്സൊക്കെ കൊണ്ടുവന്നിരുന്നു. അതായത് കോഴിയട, പിന്നെ മറ്റേത് ഇതാ സെറീന വരുമ്പോൾ കൊണ്ടുവന്ന ഉന്നക്കായാണ്. പിന്നെ അത് കഴിഞ്ഞതാ നമ്മൾ നേരെ പൂളിലേക്ക്. നമ്മൾ റൂമിൻ്റെ സൈഡിലായിട്ട് ഇതാ അവരിവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഇവിടുന്ന് കഴിക്കണമെങ്കിൽ ഫുഡ് ഹാളുണ്ട്, അവിടെ പോയിട്ടും കഴിക്കാം. പിന്നെ എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കാലത്തിന് ശേഷമുള്ളൊരു സ്റ്റേക്കേഷൻ. എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹോസ്റ്റലിലെ മെസ്സാണ് കേട്ടോ ഓർമ്മ വന്നത്. ഞങ്ങൾ കുറേ ഹോസ്റ്റൽ കഥകളും അതൊക്കെ പറഞ്ഞിങ്ങനെ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നിങ്ങളിതുപോലെ പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ട റൂമല്ല കേട്ടോ, ഇത് സ്കൈ വ്യൂ വില്ലയാണ്. നേരത്തെ നമ്മൾ താഴെയായിരുന്നു പൂൾ വില്ല, ഇതിപ്പോൾ മേലത്തെ റൂമാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇതാ ഇവിടുത്തെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് എണീക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കാമെന്ന് തീരുമാനിച്ച്. 2 റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റൂമിലാകുമ്പോഴല്ലേ രസം. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എക്സ്ട്രാ ബെഡൊക്കെ വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂടി. പിന്നെ ഇതാ കുറേ ടൈം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. ഇവിടുത്തെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ എണീറ്റത്. ഒന്നും പറയാനില്ല, അത്രയും ഭംഗിയായിരുന്നു നമുക്ക് ഈ ഒരു റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വയലട വ്യൂ പോയിന്റിൽ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പിന്നെ ബാക്കി കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക, എന്നിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ തന്നെ അതാ കുട്ടികളും എണീറ്റിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയലും ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഈ റൂമിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടുന്നും നമുക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാം. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം അതൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇതാ റെഡി ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. എവിടെ ഷൈമ? ബ്രേക്ക്ഫാസ്റ്റിനും ഇതാ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇനി നമുക്ക് അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാം.
ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ടുണ്ട്. 11 മണിക്കാണ് കേട്ടോ ചെക്കൗട്ട്. പിന്നെ ഇവരുടെ ട്രെയിന് 2 മണി ആ ഒരു ടൈമിലാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം സ്റ്റേഷനിലേക്ക് പോകാൻ. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി പോവാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സംഗതി അടിപൊളിയായിരുന്നു. ഫുൾ കലപില ബഹളം, എന്താ പണ്ടത്തെ ആ ഒരു ഹോസ്റ്റൽ മൂഡിലേക്ക് വന്ന്. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയൊരു ലേഡീസ് ഓൺലി സ്റ്റേക്കേഷൻ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. നിങ്ങളിതുപോലെ പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.